ഹലോ, എല്ലാവർക്കും മനോസ് മീഡിയയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ അതിന് മുൻപ് ഞാൻ ഇവിടുന്ന് ഇൻട്രോ പറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ഇതിന് മുന്നേ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണാത്തവർ എന്തായാലും കാണണം. അപ്പോൾ നമുക്ക് പച്ചക്കറി തോട്ടത്തേക്ക് പോയാലോ? അപ്പോൾ ഇതേ നമ്മുടെ പയറൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്ന് പടരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുൻപ് നമ്മളൊരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ വളർന്ന് വരാൻ തുടങ്ങുന്നേ ഉള്ളൂ, വള്ളി പടർന്ന് വരാൻ ജസ്റ്റ് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പം നമ്മളതിൽ കോലൊക്കെ കുത്തി കൊടുത്ത് കയറൊക്കെ കെട്ടി, അമ്മ ഇന്നലെ നന്നായിട്ട് മണ്ണൊക്കെ അതിൻ്റെ ചുവടിലേക്ക് ചെത്തിയിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട്. ദേ എൻ്റെ എബി അവിടെ അവൻ്റെ കലാപരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ കുറച്ച് മുൻപ് മഴ പെയ്തിട്ട്, കുറച്ച് മുൻപ് മീൻസ് ഒരു 2-3 ആഴ്ച മുൻപ് നല്ല മഴയും കാറ്റും ചെറുതായിട്ട് ഇടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് നമ്മൾ പയർ പറിച്ചും കൊണ്ടിരുന്ന ആ ഭാഗത്തുള്ള ഇതുപോലെ ഓലൊക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഇനിയിപ്പോൾ നമ്മൾ എടുത്ത് വയ്ക്കുന്നില്ല, ഇനി എടുത്ത് കളയാന്ന് പറഞ്ഞിട്ട് കിട്ടാവുന്നത് എന്ന് എടുക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ കിടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അവൻ അതിൻ്റെ ഇടയിലൂടെ നടന്ന് പയർ പറിക്കുന്നുമുണ്ട്. അപ്പോൾ അവൻ്റെ പപ്പ വിളിക്കുകയാണ്, വീഡിയോ കോൾ ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവനിപ്പോൾ വരുന്നത്, പപ്പ എന്ന് വിളിച്ചും കൊണ്ട്. പിന്നെ ഇതേ ഇപ്പുറത്ത് നമ്മുടെ പടവലക്കുട്ടന്മാരുണ്ട്, 2 എണ്ണം അത്യാവശ്യം നന്നായി തന്നെ ഉണ്ടായി വരുന്നുണ്ട്. ഇതിൻ്റെ മുൻപ് ഒന്നുണ്ടായിരുന്നു, അത് നമ്മൾ പറിച്ചു കറിയൊക്കെ വെച്ചു. 2 എണ്ണം ഇതേപോലെ. പിന്നെ ഇവിടെ കുറച്ച് വഴുതനയുടെ തൈ നമ്മൾ വിത്ത് മുളച്ചതിന് ശേഷം മാറ്റി കുഴിച്ചിട്ടതാണിത്. അതും നല്ല കത്തിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ദേ ഇവിടെ കുമ്പളുണ്ട്. ഇത് ആക്ച്വലി ഞാൻ എൻ്റെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ പച്ചക്കറി വേസ്റ്റൊക്കെ കൊണ്ട് കളയുമല്ലോ, അങ്ങനെ ചെടിയുടെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പച്ചക്കറി ഉണ്ടെങ്കിൽ അതിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിടും അമ്മ. അങ്ങനെ കൊണ്ടുപോയിട്ട സമയത്ത് അവിടെ നിന്ന് അതിൻ്റെ വിത്ത് മുളച്ചിട്ട് കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ തിങ്ങി ഉണ്ടായത് കണ്ടപ്പം അച്ഛനത് കുറച്ചെടുത്ത് കളഞ്ഞു. അങ്ങനെ പറിച്ചിട്ട് അതുപോലെ തന്നെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കണ്ട സമയത്ത് ഏതായാലും കൊണ്ട് വരികയല്ലെന്നാൽ കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ട് നോക്കാൻ, ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നു. അമ്മ അത് ഇവിടെ വെറുതെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് പിടിച്ചിട്ട് ഇതേ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ മൊട്ടിട്ട് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ ഒരു സന്തോഷം, കാരണം നമ്മളത് വേണ്ടാന്നൊക്കെ വിചാരിച്ച് ഒഴിവാക്കിയിട്ട സാധനമാണ് ഇപ്പോൾ ഇതേ ഇങ്ങനെ ഉണ്ടായി പടർന്നു വരുന്നത്. പിന്നെ ഇപ്പുറത്ത് മത്തന് നന്നായി തന്നെ ഇല കണ്ട സത്യമായിട്ടും എനിക്ക് നല്ല കൊതി വരുന്നുണ്ട്, കാരണം അത്രയും മത്തൻ്റെ ഇലയൊക്കെ നല്ല ടേസ്റ്റല്ലേ കഴിക്കാൻ. അങ്ങനെ മത്തൻ നന്നായിട്ട് പടർന്നു വരുന്നുണ്ട്. ഓ, ചെറിയ മുട്ട കിട്ടി ഇങ്ങനെ വരുന്നുണ്ട്, കണ്ടോ? അവനവൻ്റെ പപ്പയാന്ന് വിചാരിച്ചിട്ട് പിറകിൽ നടക്കുകയാണ്. പിന്നെ ഇവിടെയുണ്ട് മത്തൻ. ഇതിന് പിന്നെ നന്നായിട്ട് വെയിൽ കിട്ടുന്ന സ്ഥലമായതുകൊണ്ട് ചെറുതായിട്ട് ഇപ്പം മറ്റേ മത്തന് കുറച്ചുകൂടെ ഒരു തണൽ കിട്ടും. അതുകൊണ്ട് കണ്ടോ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇലയുടെ കളറിന് ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ പടവലത്തിന് ചെറുതായിട്ടൊരു കേട് പോലെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മളിന്നത് പറിച്ചെടുക്കുക കേട്ടോ. പയറ് കാണിച്ചു കൊടുക്ക്. ആ കുഞ്ഞ് പറിച്ചെടുത്ത പയറാട്ടോ ഇത്. അതിനിടയ്ക്ക് അവനത് പൊളിച്ച് അതിൻ്റെ ഉള്ളിലുള്ള കുരുവൊക്കെ കഴിച്ചിട്ടുണ്ട്. ഹായ് പറ മനു. ഓക്കെ ഓക്കെ പറ, ഒരു ഉമ്മ.
അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചീര കാണാം. ചീര ഇപ്പം നമ്മൾ ഒരു 2-3 പ്രാവശ്യം പറിച്ചെടുത്തു. ഇതാണ് നമ്മുടെ ചീര. ഇത് ഞങ്ങളുടെ ചീര കൃഷി. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിലൊരു പുഴുക്കുത്ത് പോലും ഇല്ലാണ്ട് തന്നെയാണ്, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഓരോ ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഓരോ തീപ്പെട്ടിയുടെ അളവിൽ സ്യൂഡോമോണസ് വെള്ളത്തിൽ കലക്കിയിട്ട് തളിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് ഇത് ഒരു പുഴുക്കുത്ത് പോലും ഇല്ലാതെ വളർന്നു വന്നിട്ടുള്ളത്. അപ്പം ശരിക്ക്